ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ പറയുന്ന ടൊവിനോയുടെ ബിഹാഫിൽ ഇങ്ങനെ ഒരു അവാർഡ് മേടിക്കാൻ സാധിച്ചതിൽ. ഇൻഫാക്ട് എനിക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല. എന്നാൽ പോലും ഇവിടെ വന്ന് മേടിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ അടുത്ത അവാർഡ്സിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിംഗ് റോൾ മലയാളം. To do the honors, let's call on stage the legendary director Kabir Khan. And Mr. Shashank Srivastava, Senior Executive Officer, Marketing and Sales, Maruti Suzuki, India. Good evening once again. It's been a fantastic evening at the SIMA 2023. My congratulations to all the winners so far in all the categories. And my special compliments to Vishnu and Brinda for making this show so successful. In fact, with their efforts, this has become the #1 event as far as South India cinema is concerned, awards function is concerned. So I'm very happy to announce the award for the best actor. For that, I request Kabir ji. Good evening. And the award for the best actor Malayalam goes to Tovino Thomas for Thallumala. ഇന്ന് ടൊവിനോയ്ക്ക് ഇവിടെ ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബേസിലിനോട് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായി അഭ്യർത്ഥിക്കുന്നു. ബേസിൽ പ്ലീസ്. അപ്പൊ ബേസിലേട്ടാ, ടോവിയുടെ ഈ പടത്തിന്റെ കുറിച്ചിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ള ഒരു അവസരം തരാം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ആസ് എൻ ആക്ടർ എന്നുള്ള എവല്യൂഷൻ ശരിക്കും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഗോദയാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കമേഴ്ഷ്യൽ ഇൻഡിവിജ്വൽ ഹിറ്റ് പറയുന്നത്. അവിടെ നിന്ന് ഇപ്പൊ തല്ലുമാലയും 2018 ഒക്കെ ആയി നിൽക്കുന്ന ടൊവിയെ കുറിച്ച് എന്താണ് ബേസിലിന് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ പറയുന്ന ടൊവിനോയുടെ ബിഹാഫിൽ ഇങ്ങനെ ഒരു അവാർഡ് മേടിക്കാൻ സാധിച്ചതിൽ. ഇൻഫാക്ട് എനിക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല. എന്നാൽ പോലും ഇവിടെ വന്ന് മേടിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ടൊവിനോയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തത് ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഒരു ഇഞ്ചുറി പറ്റി. അങ്ങനെ ഇപ്പോൾ നടികർ തിലക് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ഇഞ്ചുറി പറ്റിയിട്ട് ഒരു കുറച്ച് ദിവസം ബെഡ് റെസ്റ്റാണ്. കാലൊന്നും അനക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടാണ് എനിക്ക് പറഞ്ഞേൽപ്പിച്ച് വിട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. സോ ടൊവിനോയുടെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. ലൈക്ക് ഗോദ, ഞങ്ങളെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടും എല്ലാ സിനിമയിൽ നിന്ന് ഒരുമിച്ച് ഇവോൾവായി ഇങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ടൊവിനോ, ഗോദ വന്നു, അതിനുശേഷം തീവണ്ടി വന്നു, മിന്നൽ മുരളി വരുന്നു, പിന്നെ അതിനുശേഷം 2018 വരുന്നു, തല്ലുമാല വരുന്നു. ലൈക്ക് ദിസ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ആക്ടർ ഇൻ മലയാളം ഇൻഡസ്ട്രി റൈറ്റ് നൗ. സോ അതൊരു വലിയ ഗ്രോത്ത് ആണ്. ഈ പറയുന്ന ലൈക്ക് 2017-16 സമയത്തുനിന്ന് ഇപ്പോൾ ഈ 2023 വന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള സിനിമയിലെ നായകനായിട്ട് അഭിനയിക്കുന്നു. തല്ലുമാല പോലത്തെ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. അപ്പോൾ തല്ലുമാലയിലെ പെർഫോമൻസ് തന്നെ അങ്ങനത്തെ ഒരു സിനിമയിൽ എന്താ പറയുക, നമുക്കതിൽ ടൊവിനോനെ കാണാൻ പറ്റുന്നില്ല, അതിലെ ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എല്ലാ സിനിമയിലും അദ്ദേഹം ക്യാരക്ടറായിട്ട് ഇവോൾവായി കുറച്ചുകൂടെ എല്ലാ സിനിമയ്ക്കും അത്ര എഫേർട്ട് ഇടുന്നുണ്ട് ആസ് ആൻ ആക്ടർ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ സിനിമയിൽ ഡയറക്റ്റ് ചെയ്യുന്നതും കൂടെ ആയതുകൊണ്ട് ഈ പറയുന്ന ഗോദയിലുണ്ടായിരുന്ന ടൊവിനോ അല്ല മിന്നൽ മുരളിയിൽ അഭിനയിക്കാൻ വരുമ്പോൾ അതേ ടൊവിനോ അല്ല ഇപ്പോൾ 2018 അല്ലെങ്കിൽ ഇപ്പോൾ തല്ലുമാലയിലൊക്കെ കാണുമ്പോൾ ഉള്ള ടൊവിനോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആസ് ആൻ ആക്ടർ ഭയങ്കര എഫേർട്ട് ഇടുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ടൊവിനോയ്ക്കുള്ള ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ചോദിക്കട്ടെ, വെൻ ക്യാൻ വി സീ മിന്നൽ മുരളി 2? കുറച്ച് സമയമെടുക്കും. അതെ, പക്ഷെ അതെന്തായാലും ഉണ്ടാവും. എന്തായാലും മിന്നൽ മുരളി 2 വുഡ് കം. തീർച്ചയായിട്ടും വെയിറ്റിംഗ്. അപ്പോൾ എന്തായാലും ഈ ഒരു സൗഹൃദം, ഈ ഒരു സക്സസ് അത് എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഈ സക്സസ് സിനിമകളെ പോലെ തന്നെ നിങ്ങളുടെ സൗഹൃദപരമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുപോലത്തെ വൈറൽ കണ്ടന്റുകളായിട്ട് ഞങ്ങൾക്ക് ഇനിയും വെയിറ്റ് ചെയ്യുന്നു. പരസ്യമായിട്ട് തന്നെ അപമാനിക്കാൻ വേണ്ടി നടക്കുന്ന. അതെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബർത്ത്ഡേസിന് നമ്മൾ കണ്ണും തട്ട് കാത്തിരിക്കാണ്ട് പല ഫോട്ടോസും റിവീൽ ആവുന്ന ദിവസമാണ് അതൊക്കെ. എന്തായാലും ഒരുപാട്
ഒരുപാട് നന്ദി ബേസിലേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് പ്ലീസ് പാസ് ആ കൺഗ്രാറ്റുലേഷൻസ് ടു ടൊവിനോ. പിന്നെ ഒപ്പം തന്നെ ഗെറ്റ് വെൽ സൂൺ. അദ്ദേഹം ഒരു ചെറിയ ഇഞ്ചുറിയിലാണെന്ന് അറിഞ്ഞാൽ വിഷമമുണ്ട്, ഇവിടെ എത്താൻ പറ്റാത്തതിൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. വി മിസ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ബേസിലേട്ടാ. താങ്ക് യു. So great round of applause from Kabir sir on behalf of Kabir. Oh.